ചാത്തന്നൂരിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചാത്തന്നൂർ തിരുമുക്കിലാണ് പൈപ്പ് പൊട്ടിയത്. ചാത്തന്നൂർ കൊട്ടിയം പ്രദേശങ്ങളിൽ ജലവിതരണം തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി ലിജോ റോളൻസ് ചേർന്നു. ലിജോ, ഇതെപ്പോഴായിരുന്നു സംഭവം? ഈ പൊട്ടിയ പൈപ്പ് തിരികെ നന്നാക്കാനുള്ള ആളുകളൊക്കെ എത്തിയോ? ഗതാഗതം പുനഃസ്ഥാപിച്ചോ? അടുത്ത സമയത്താണ് കൊട്ടിയത്തും ചാത്തന്നൂരിൽ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടിയത്. ചാത്തന്നൂർ തിരുമുക്കിലായിരുന്നു പൈപ്പ് പൊട്ടി. നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ വളരെ ഉയരത്തിൽ ഈ ജലം, അതായത് കുടിവെള്ളമാണ് ഇത്തരത്തിൽ ഉയരത്തിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതുവരെയും കൃത്യമായി അവിടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. ഇത് പുനലൂരിൽ നിന്ന് കൊട്ടിയം ചാത്തന്നൂർ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രവർത്തികൾ നടക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ പൈപ്പ് പൊട്ടിയത്. ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. ഇത് ആദ്യമായല്ല ഈ മേഖലയിൽ പൈപ്പ് പൊട്ടുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച പോലും സമാനമായ രീതിയിൽ ചാത്തന്നൂർ ഭാഗത്ത് പൈപ്പ് പൊട്ടിയതായി നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പരാതി പറയുന്നുണ്ട്. ഇതിൽ ആളുകളൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ അതായത് ജല അതോറിറ്റിയുടെ ഉൾപ്പെടെയുള്ള പൈപ്പുകൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി പുതിയവ ഇടുന്നുണ്ട്. പക്ഷേ ഈ ഭാഗങ്ങളിലൊന്നും തന്നെ അത് കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടിയതെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഡിസംബർ മാസത്തോടു കൂടെ വലിയ രീതിയിൽ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടിയത് ആ പ്രഷർ പരിശോധന നടത്തുമ്പോഴായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് അത്തരത്തിൽ പ്രഷർ പരിശോധന നടത്തിയതായി പറയുന്നില്ല. എന്താണ് കാരണം എന്നൊക്കെ കണ്ടെത്താനായിട്ട് വിശദമായി പരിശോധന നടത്തും. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ജലവിതരണം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആതിര, ശരി. ചാത്തന്നൂരിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ഗതാഗതം താറുമാറായിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ലിജോ റോളൻസ് ആണ്.